Hello everyone, welcome to the channel EduScore. So ഇന്ന് നമ്മൾ NCERT 8th Standard Science Textbookലെ Microorganisms Friend and Foe എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. So already നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങി. I hope you all have seen that first video. So if not, you can just click on the link given below in the description and watch that video. So നമ്മൾ ആ വീഡിയോയിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്സ്ട്രീംലി സ്മോൾ സൈസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് മൈക്രോബ്സിനെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണത്? ബാക്ടീരിയ, ഫംജൈ, പ്രോട്ടോസോവ, ആൽഗെ ആൻഡ് വൈറസസ്. അതിൽ വൈറസസിന് ബാക്കിയുള്ള മൈക്രോബ്സുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. Viruses cannot survive on non-living surfaces. Viruses can survive and reproduce only inside a living host cell. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് മൈക്രോബ്സിനെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫ്രണ്ട്സിനും അതുപോലെ എനിമീന്നും വിളിക്കുന്നതെന്ന്. ഇറ്റ് ഈസ് ബിക്കോസ് സം ഓഫ് ദ മൈക്രോബ്സ് ആർ ബെനിഫിഷ്യൽ ടു അസ് വെറാസ് സം അതേഴ്സ് ആർ ഹാംഫുൾ ടു അസ്. സോ അങ്ങനെ നമ്മൾ ബെനിഫിഷ്യൽ മൈക്രോബ്സിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. അണ്ടർ വിച്ച് നമ്മൾ ഫുഡ് പ്രിപ്പറേഷനിൽ മൈക്രോബ്സിൻ്റെ റോളിനെ പറ്റി ആദ്യം പഠിച്ചു. അവിടെ നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫെർമെൻറ്റേഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് നാച്ചുറൽ ഷുഗർ സോഴ്സസ് ഇൻ ടു ആൽക്കഹോൾ ബൈ മൈക്രോബ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയനെ പറ്റി പഠിച്ചു. ലാക്ടോബാസിലസ് ഇസ് ദ ബാക്ടീരിയം വിച്ച് ക്യാൻ കൺവേർട്ട് മിൽക്ക് ഇൻ ടു കേർഡ്. സോ മിൽക്ക്, ചീസ്, പിക്കിൾസ് ഇതിലൊക്കെ മൈക്രോബ്സിൻ്റെ റോള് നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മൈക്രോബ്സ് ഇൻ മെഡിസിൻസ് പഠിച്ചു. അണ്ടർ വിച്ച് നമ്മൾ ഫസ്റ്റ് ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് പെനിസിലിൻ, ഡിസ്കവേർഡ് ഫ്രം പെനിസീലിയം. സോ എന്താണ് ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ? ആൻറ്റിബയോട്ടിക്സ് ആർ സബ്സ്റ്റൻസസ് obtained from microbes which can kill or slow down the growth of harmful microbes. സോ അങ്ങനെ ആൻറ്റിബയോട്ടിക്കിന് ചില എക്സാമ്പിൾസ് ആണ് ടെട്രാസൈക്ലിൻ, സ്ട്രെപ്റ്റോമൈസിൻ ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ വാക്സിൻസിനെ പറ്റിയാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് ബൈ റീഡിംഗ് ദ ചാപ്റ്റർ. വാക്സിൻ. വൈ ആർ ചിൽഡ്രൻ ഓർ ഇൻഫൻറ്റ്സ് ഗിവൺ വാക്സിനേഷൻ? സോ എന്തിനാണ് കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ എടുക്കുന്നത്? നമുക്കൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ ഇഞ്ചെക്ഷൻസ്. എന്തിനാണത്? When a disease-carrying microbe enters our body, the body produces antibodies to fight the invader. The body also remembers how to fight the microbe if it enters again. So, നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഡിസീസ് കോസിങ് മൈക്രോബ് കയറുമ്പം our body will be producing some antibodies. ഈ ആൻറ്റിബോഡീസ് എന്താ ചെയ്യുക? ഈ ഇൻവേഡറുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ അസുഖം ഇല്ലാണ്ടാക്കി കളയും. ആൻഡ് ഓൾസോ ഈ ആൻറ്റിബോഡിക്ക് ഇത് ഓർത്തു വെക്കാനുള്ള മെമ്മറി പവറും കൂടെ അതിനുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഇതേ മൈക്രോബ് ബോഡിയിലേക്ക് കയറുമ്പം ഈ ആൻറ്റിബോഡീസിന് ഓർമ്മ വരും, ഇതിനെ ഡിഫെൻഡ് ചെയ്യണം. സോ ഈ ആൻറ്റിബോഡീസ് വിൽ ഫൈറ്റ് വിത്ത് ദാറ്റ് ഇൻവേഡർ. അങ്ങനെ നമുക്ക് അസുഖം വരില്ല. ഇഫ് ഡെഡ് ഓർ വീക്കൻഡ് മൈക്രോബ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹെൽത്തി ബോഡി, the body fights and kills the invading bacteria by producing suitable antibodies. The antibodies remain in the body and we are protected from the disease-causing microbes forever. This is how a vaccine works. So, എന്താണ് ആക്ച്വലി വാക്സിൻ എന്ന് പറഞ്ഞാൽ? വാക്സിൻസ് ആർ ഡെഡ് ഓർ വീക്കെൻഡ് ഫോംസ് ഓഫ് ഡിസീസ്-causing മൈക്രോബ്സ്. സോ അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഈ വീക്കെൻഡ് ഫോം ഓഫ് മൈക്രോബ്സിനെ കയറ്റുമ്പം our body will be producing antibodies corresponding to that disease-causing agent. So, അപ്പം എന്താ നമ്മുടെ ബോഡി വിൽ ബി, ഈ ആൻറ്റിബോഡീസ് വിൽ ബി ഫൈറ്റിംഗ് വിത്ത് ദാറ്റ് ഫോറിൻ ബോഡി. അങ്ങനെ ആ ഡിസീസ് ഇല്ലാണ്ടാവും. ഇത് മോസ്റ്റ്ലി നമുക്ക് വാക്സിനേഷൻസ് എടുക്കുന്നത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴാണ്. സോ പിന്നെ നമ്മുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഈ സെയിം ഡിസീസ് കോസിങ് ഏജൻറ്റ് വന്നു, ഈ സെയിം ഡിസീസ് കോസിങ് മൈക്രോബ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ആൻഡ് ഈ ആൻറ്റിബോഡീസിന് മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ഓക്കെ ഇതൊരു ഫോറിൻ ബോഡിയാണ്, വി ഹാവ് ടു ഫൈറ്റ് വിത്ത് ദം ആൻഡ് പ്രിവെൻറ്റ് ദ ബോഡി ഫ്രം ഹാവിങ് ദാറ്റ് ഡിസീസ് ഓർ ഫ്രം ഗെറ്റിംഗ് ദാറ്റ് ഡിസീസ്. സോ അപ്പോൾ എന്താ, അങ്ങനെയാണ് വാക്സിൻസ് വർക്ക് ചെയ്യുന്നത്. സോ യൂഷ്വലി വാക്സിൻസ് ആർ ഡെഡ് ഓർ വീക്കെൻഡ് ഫോംസ് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോബ്സ്. അപ്പോൾ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നത് വഴി നമ്മൾ ചൈൽഡായിരിക്കുമ്പോഴാണ് ഇഞ്ചെക്ട് ചെയ്യുക. അപ്പോൾ എന്താ, നമ്മുടെ ബോഡിയിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവും. അങ്ങനെ ആ ഡിസീസ് ഇല്ലാണ്ടാവും. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഈ ഡിസീസ്, ഇതേ ഡിസീസ് കോസിങ് ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ
ഈ ആൻറ്റിബോഡീസ് വിൽ ബി ഫൈറ്റിംഗ് വിത്ത് ദാറ്റ് ഡിസീസ് കോസിങ് മൈക്രോബ്. അങ്ങനെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. Several diseases including cholera, tuberculosis, smallpox and hepatitis can be prevented by vaccination. So vaccination എടുക്കുന്ന കുറേ ഡിസീസസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരാണ് ആരൊക്കെ? കോളറ, ട്യൂബർകുലോസിസ്, സ്മോൾപോക്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ്. ഇതിൽ കോളറ ആൻഡ് ട്യൂബർകുലോസിസ് ആർ കോസ്ഡ് ബൈ ബാക്ടീരിയ, whereas smallpox and hepatitis are viral diseases. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ പറ്റി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ആൻറ്റിബയോട്ടിക്സ് ആർ നോട്ട് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് വൈറൽ ഡിസീസസ്. ഓക്കെ, അപ്പം വൈറസസ് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വാക്സിനേഷൻ. Edward Jenner discovered the vaccine for smallpox in 1798. So first ever discovered vaccine ആണ് smallpox vaccine. It was discovered in 1798 by Edward Jenner. In your childhood, you must have been given injections to protect yourself against several diseases. Can you prepare a list of these diseases? You may take help from your parents. So, നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കൊക്കെ കുറേ ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടുണ്ട്. പല ഡിസീസസിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല വാക്സിനേഷൻസും എടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? സോ നമ്മൾ ഓരോ ഏജിലും ലൈക്ക് നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ 6 months ആകുമ്പം, 1 year ആകുമ്പം, 4 years ആകുമ്പോൾ, 10 years ആകുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ വാക്സിനേഷൻസ് എടുക്കാനുണ്ട്. ആൻഡ് ഓരോ വാക്സിനേഷനും ഓരോ പെർട്ടിക്കുലർ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വാക്സിനേഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, ഏത് ഏജിലാണ് അത് എടുത്തത്, ഏത് മൈക്രോബിനെതിരെ അല്ലെങ്കിൽ ഏത് ഡിസീസിന് എതിരെയാണ് ഈ വാക്സിനേഷൻ വർക്ക് ചെയ്യാന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. സോ ജസ്റ്റ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദാറ്റ്. ഫസ്റ്റ് എടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വാക്സിനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ ജനിച്ച ഉടനെ നമുക്ക് BCG വാക്സിനേഷൻ എടുക്കും. ഇറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ട്യൂബർകുലോസിസ്. ഓക്കെ, it is essential to protect all children against these diseases. Necessary vaccines are available in the nearby hospitals. So എല്ലാ കുട്ടികളെയും നമ്മൾ ഈ വാക്സിനേഷൻസ് ഒക്കെ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റൽസിലും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും ഈ വാക്സിനേഷൻസ് അവൈലബിൾ ആയിരിക്കും. You might have seen the advertisement on TV and newspapers regarding protection of children against polio under the Pulse Polio program. Polio drops given to children are actually a vaccine. സോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് പൾസ് പോളിയോ പ്രോഗ്രാം. നമ്മളൊക്കെ ആ പോളിയോ വാക്സിൻ എടുത്തിട്ടുള്ളതുമാണ്. വി ഹാവ് സീൻ കുഞ്ഞു കുട്ടികൾക്ക് പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നത്. ആക്ച്വലി ഈ പോളിയോ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ പോളിയോ ഡിസീസിനെതിരെയുള്ള വാക്സിൻ ആണ്. പോളിയോ ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. സോ ആ വൈറൽ ഡിസീസിന് എതിരെയുള്ള വാക്സിൻ ആണ് പോളിയോ ഡ്രോപ്സ്. A worldwide campaign against smallpox has finally led to its eradication from most parts of the world. So പണ്ട് ഈ സ്മോൾ പോക്സ് ഒരു ഭയങ്കര ഡെഡ്ലി അസുഖമായിരുന്നു. ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹാവ് ഡൈഡ് ബിക്കോസ് ഓഫ് ദി സ്മോൾ പോക്സ്. സോ ഇപ്പം സ്മോൾ പോക്സ് വാക്സിൻ വന്നതുകൊണ്ട് എല്ലാവരും വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ടും സ്മോൾ പോക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി നമ്മുടെ ലോകത്തുനിന്ന് ഇറാഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. These days, vaccines are made on a large scale from microorganisms to protect humans and other animals from several diseases. സോ ഹ്യൂമൻസിന് മാത്രമല്ല വാക്സിനേഷൻ എടുക്കുന്നത്, അനിമൽസിനും പല ഡിസീസസിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാക്സിനേഷൻസ് എടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പെറ്റ് ഡോഗിനൊക്കെ നമ്മൾ വാക്സിനേഷൻ എടുക്കാറില്ലേ? സോ ഇങ്ങനെയുള്ള ഈ വാക്സിൻസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ഇപ്പോൾ നടക്കുന്നത് മൈക്രോബ്സിൽ നിന്നാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വാക്സിൻസ് ആർ ഡെഡ് ഓർ വീക്കൻഡ് ഫോം ഓഫ് ഡിസീസ് കോസിങ് ഏജൻറ്റ്. അതിപ്പോൾ ഡിസീസ് കോസിങ് ഏജൻറ്റ് തന്നെ ആവണമെന്നില്ല, ഇറ്റ് ക്യാൻ ഈവൻ ബി സം സിന്തറ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സോ നൗഡേയ്സ് അങ്ങനെയും വാക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. So next topic is increasing soil fertility. Some bacteria are able to fix nitrogen from the atmosphere to enrich soil with nitrogen and increase its fertility. These microbes are commonly called biological nitrogen fixers. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നൈട്രോജൻ ഫിക്സ് ചെയ്യാൻ പല ബാക്ടീരിയയ്ക്കും കപ്പാസിറ്റി ഉണ്ട്. എന്താ ബാക്ടീരിയ ചെയ്യുക? That bacteria can fix atmospheric nitrogen into soil nitrogen and increase the soil fertility. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് റൈസോബിയം. റൈസോബിയം ബാക്ടീരിയ resides in the root nodules of leguminous plants. സോ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൈസോബിയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സേഴ്സ്, ബിക്കോസ് ദേ ക്യാൻ ഫിക്സ് atmospheric nitrogen into soil nitrogen. Okay. Here some microscopic images of bacteria are shown, and ഈ ബാക്ടീരിയനെ പറയുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ or cyanobacteria.
So these belong to the category of cyanobacteria or blue-green algae. Okay, now on to the next topic. Cleaning the environment. Bojo and Paheli had observed the school gardener making manure. Along with their friends, they collected waste of plants, vegetables and fruits from nearby houses and gardens. They put them in a pit meant for waste disposal. After some time, it decomposed and got converted into manure. Bojo and Paheli wanted to know how this had happened. സോ ഒരു ദിവസം ബൂജു ആൻഡ് പഹേലി അവരുടെ സ്കൂളിലെ ഗാർഡനർ മാനുവർ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ അവർ ഒബ്സർവ് ചെയ്തു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആഫ്റ്റർ ദാറ്റ് അവർ പല ഓർഗാനിക് വേസ്റ്റും പ്ലാന്റ് വേസ്റ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്തിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പിറ്റിലിട്ടു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് ഡികമ്പോസ് ചെയ്തിട്ട് മാനുവറായി മാറിയത് കണ്ടു. സോ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, എന്താണ് ഹാപ്പനിങ് ആക്ച്വലി? സോ അതറിയണമെന്ന് തോന്നി അവർക്ക്. ഹിയർ കംസ് ആൻ ആക്ടിവിറ്റി. Take 2 pots and fill each pot half with soil. Mark them A and B. Put plant waste in pot A and things like polythene bags, empty glass bottles and broken plastic toys in pot B. Put the pots aside. Observe them after 3 to 4 weeks. എന്താ ചെയ്യേണ്ടത്? 2 സെയിം സൈസ് പോട്ട്സ് എടുക്കുക, fill it with soil, ഒരു ഹാഫ് ഭാഗം സോയിൽ വെച്ച് ഫില്ല് ചെയ്യുക, എന്നിട്ട് എന്നും ബിന്നും ആയിട്ട് മാർക്ക് ചെയ്യുക. ആൻഡ് എ എന്ന് പറഞ്ഞ പോട്ടിൽ യു ഹാവ് ടു പുട്ട് സം ഓർഗാനിക് വേസ്റ്റ് ആൻഡ് ബിയിൽ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ്, പോളിത്തീൻ ബാഗ്സോ പൊട്ടി എന്തെങ്കിലും പ്ലാസ്റ്റിക് പീസസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെയുള്ളതൊക്കെ ഇടുക. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 3 to 4 വീക്സ് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യുക. വാട്ട് വിൽ യു സീ? ഡു യു ഫൈൻഡ് എനി ഡിഫറൻസ് ഇൻ ദ കണ്ടൻസ് ഓഫ് 2 pots? ഇഫ് സോ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഉറപ്പായിട്ടും ഡിഫറൻസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എ എന്ന് പറഞ്ഞ പോട്ടിൽ ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ടാവും, വെറാസ് ബി പോട്ടിൽ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. യു വിൽ ഫൈൻഡ് ദാറ്റ് ദ പ്ലാന്റ് വേസ്റ്റ് ഇൻ പോട്ട് എ ഹാസ് ബീൻ ഡീകമ്പോസ്ഡ്. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? സോ എയിൽ ഡീകമ്പോസിഷൻ നടന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പക്ഷേ ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത്? The plant waste has been converted into manure by the action of microbes. So ഇവിടെ ഡീകമ്പോസിഷൻ നടത്തിയ ആൾക്കാർ ആരാണ്? മൈക്രോബ്സ്. മൈക്രോബ്സ് ആണ് ഈ ഓർഗാനിക് വേസ്റ്റിനെ മാനുവർ ആക്കി ഡീകമ്പോസ് ചെയ്തത്. The nutrients released in the process can be used by the plants again. സോ അപ്പോൾ ഇങ്ങനെ ഇത് മാനുവർ ആയി എന്ന് പറഞ്ഞു. ഈ മാനുവർ നമ്മൾ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുമല്ലോ. സോ ഈ ന്യൂട്രിയൻസ് അഗെയിൻ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. Did you notice that in pot B, the polythene bags, empty glasses, bottles and broken toy parts did not go any such change? The microbes could not act on them and convert them into manure. സോ നമ്മൾ പറഞ്ഞു ബിയിൽ നമ്മൾ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് ഇട്ടത്, അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. വൈ ഈസ് ഇറ്റ് സോ? ഇറ്റ്സ് ബിക്കോസ് മൈക്രോബ്സ് കനോട്ട് ആക്ട് ഓൺ പ്ലാസ്റ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ മണ്ണിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിമെയിൻ ദെയർ ഫോർ ഇയേഴ്സ്. അതേസമയം ഓർഗാനിക് വേസ്റ്റിന് ഈ നമ്മളെ സോയിലുള്ള മൈക്രോബ്സിന് ഡീകമ്പോസ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ പ്ലാസ്റ്റിക് അവിടെ തന്നെ റിറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സോയിലൊക്കെ പൊല്യൂട്ടഡ് ആവുന്നത്. You often see large amounts of dead organic matter in the form of decaying plants and sometimes dead animals on the ground. You find that they disappear after some time. അതെ, നമ്മൾ പ്ലാന്റ് വേസ്റ്റോ അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു അനിമൽ, ഒരു എലി എങ്ങാൻ മരിച്ചു, എലി എങ്ങാൻ ചത്തുപോയി, സോ അപ്പോൾ ആ എലീനെയൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കുറെ കാലം കഴിഞ്ഞ് കുഴിക്കുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല. വൈ ഈസ് ഇറ്റ് സോ? This is because the microorganisms decompose dead organic waste of plants and animals, converting them into simple substances. So അവിടെ microbes ആണ് ആ വേസ്റ്റിന്റെ മേലെ ആക്ട് ചെയ്തത്. മൈക്രോബ്സിന്റെ ആക്ഷൻ കൊണ്ട് ഈ വേസ്റ്റ്, this organic material got decomposed and turned into simpler substances. These substances are again used by other plants and animals. സോ നമ്മൾ പറഞ്ഞു എഗെയിൻ ഈ സമയത്ത് ഈ ഡികമ്പോസിഷൻ നടക്കുമ്പം ഈ ഓർഗാനിക് വേസ്റ്റിൽ ഉണ്ടായിരുന്ന ന്യൂട്രിയൻസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ് ദാറ്റ് ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത്. Thus microorganisms can be used to degrade the harmful and smelly substances and thereby clean up the environment. സോ ഇത് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ആവുന്നുള്ളത് മാത്രമല്ല, ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ എൻവയോൺമെന്റിലുള്ള വേസ്റ്റ് ഒക്കെയും കൂടിയാണ് ഈ ഡികമ്പോസ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആയിരിക്കും. സോ മൈക്രോബ്സിന് നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യുന്നതിലും ഒരു റോൾ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് മൈക്രോബ്സിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയായിരുന്നു.
ഇനിയാണ് നമ്മൾ ഹാംഫുൾ മൈക്രോബ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. Harmful microorganisms. Microorganisms are harmful in many ways. Some of the microorganisms cause diseases in human beings, plants and animals. So microorganisms പല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിൽ മെയിൻ പ്രശ്നമാണ് മൈക്രോബ്സ് വഴി വരുന്ന അസുഖങ്ങൾ. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഹ്യൂമൻസിനെയും ഒക്കെ മൈക്രോബിയൽ അസുഖങ്ങൾ വരാറുണ്ട്. Such disease causing microorganisms are called pathogens. So ഇങ്ങനെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ മൈക്രോബിയൽ ഡിസീസസിന്റെ പേര് കേട്ടു അല്ലേ. സോ ഈച്ച് ഓഫ് ദ ഡിസീസസ് കോസ്ഡ് ബൈ എ പെർട്ടിക്കുലർ മൈക്രോബ്. സോ അങ്ങനെയുള്ള അതൊക്കെ എന്താണ് പാത്തോജൻസ് ആണ്. സോ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. സം മൈക്രോ ഓർഗാനിസംസ് സ്പോയിൽ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലെതർ. ലെറ്റ് us study more about their harmful activities. സോ അസുഖം വരുന്നത് മാത്രമല്ല മൈക്രോബിനെ കൊണ്ടുള്ള ഹാംഫുൾ പ്രശ്നം. ചില ഫുഡ് ഐറ്റംസ് സ്പോയിൽ ചെയ്യും, അതുപോലെ ചില ക്ലോത്ത്സ്, ലെതർ, ഇതിനെയൊക്കെ മൈക്രോബ്സിന്റെ ആക്ഷൻ വഴി ഡാമേജ് പറ്റാറുണ്ട്. സോ ഫസ്റ്റ് വി വിൽ സീ അബൌട്ട് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഹ്യൂമൻസ്. സോ നമ്മൾ പറഞ്ഞു ഹ്യൂമൻസിനും പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ അസുഖങ്ങൾ വരും മൈക്രോബ്സ് വഴി. അതിൽ ആദ്യം വി വിൽ സീ അബൌട്ട് ഹ്യൂമൻ മൈക്രോബിയൽ ഡിസീസസ്. So pathogens enter our body through the air we breathe, the water we drink or the food we eat. സോ നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴിയോ കുടിക്കുന്ന വെള്ളം വഴിയോ അതുമല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ വഴിയോ ഒക്കെ നമുക്ക് ഈ അസുഖങ്ങൾ വരാം. ഈ സ്ഥലങ്ങളിലൊക്കെ മൈക്രോബ്സ് ഉണ്ടാവാം. നമ്മൾ പറഞ്ഞു മൈക്രോബ്സ് ക്യാൻ സർവൈവ് എനിവെയർ. They can also get transmitted by direct contact with an infected person or carried by an animal. ഇനി അല്ലെങ്കിൽ വേറൊരു ചാൻസ് ആണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണുമായിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ട് വഴി ഹെൽത്തി ആയിട്ടുള്ള നമ്മളിലേക്കും ചിലപ്പോൾ ഈ അസുഖം പകരാം. ഇനി അതും അല്ലെങ്കിൽ വൺ മോർ വേ ഇസ് ദാറ്റ് ഒരു ആനിമൽ ഇതിന് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവാം. ഇൻഫെക്റ്റഡ് പേഴ്സണിന് ആ മൈക്രോബിനെ ഈ ആനിമൽ ക്യാരി ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ചിലപ്പം ആ മൈക്രോബ് എൻ്റർ ചെയ്യും. സോ അങ്ങനെ ആനിമൽസ് കാരിയർ ആയിട്ടും ആക്ട് ചെയ്യുന്ന മൈക്രോബിയൽ ഡിസീസസ് ഉണ്ട്. Microbial diseases that can spread from an infected person to a healthy person through air, water, food or physical contact are called communicable diseases. So ഒരു infected person ഒരു healthy personലേക്ക് ഈ diseases spread ആവും. It can spread either by air, water, food or by physical contact. So അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിന് ഹെൽത്തി പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് സച്ച് ഡിസീസസ് ഇൻക്ലൂഡ് കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ് ആൻഡ് ട്യൂബർകുലോസിസ്. സോ ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെ? കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ് ആൻഡ് ട്യൂബർകുലോസിസ്. സോ ഈ അസുഖങ്ങളൊക്കെ നിങ്ങൾ പേര് ഓർമ്മിച്ച് വെക്കണം. യു ഹാവ് ടു റിമെമ്പർ ദീസ് ഡിസീസസ്. These are examples for communicable diseases. When a person suffering from common cold sneezes, fine droplets of moisture carrying thousands of viruses are spread in the air. The virus may enter the body of a healthy person while breathing and cause infection. So നമ്മൾ പറഞ്ഞു നമ്മുടെ കോമൺ കോൾഡ് ഒക്കെ ഒരു വൈറൽ ഡിസീസ് ആണ്. അപ്പം ജലദോഷമുള്ള ഒരാൾ സ്നീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഈ ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തെറിക്കും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ഈ വൈറസസ് ഉണ്ടാവും. സോ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ആൻഡ് വെൻ ഒരു ഹെൽത്തി പേഴ്സൺ ഇത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ വൈറസസും ഓട്ടോമാറ്റിക്കലി അയാളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണ് ഹെൽത്തി ആൾക്കും ഇൻഫെക്ഷൻ വരുന്നത്. Bujo and Paheli is having some discussion. Bujo is telling them, how do you prevent the spread of communicable diseases? സോ നമ്മൾ പറഞ്ഞു ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇങ്ങനെ ഒരു ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ഈ സ്പ്രെഡ് നമുക്ക് തടയാൻ പറ്റുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോമൺ കോൾഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു സ്നീസ് ചെയ്യുമ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തെറിക്കും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലാണ് നമ്മുടെ ഇൻഫെക്ഷൻ കോസിങ് ഏജൻ്റ് ആയിട്ടുള്ള മൈക്രോബ് ഉള്ളത്. സോ അത് ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് ഹെൽത്തി ആൾക്കും അസുഖം വരുന്നത്. സോ എങ്ങനെ നമുക്ക് സ്പ്രെഡിങ് തടയാൻ പറ്റുക? We should keep a handkerchief on the nose and mouth while sneezing. It is better to keep a distance from infected persons. So അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജലദോഷം തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ നമ്മൾ തുമ്മുമ്പം we should cover our nose and mouth with a handkerchief. It is a must. നമ്മൾ എപ്പോഴും നമ്മൾ തുമ്മുമ്പം അല്ലെങ്കിൽ ചുമയ്ക്കുമ്പം we should cover our nose and mouth with a handkerchief. പിന്നെ ഇൻഫെക്റ്റഡ് ആണ് ഇത് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് എടുക്കാൻ പറ്റുന്ന
ഒരു പ്രിവെൻറ്റീവ് മെഷറാണ്. വേറെ ആയിരിക്കും നമ്മുടെ അടുത്ത് അസുഖം സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ. ഇനി നമുക്ക് വരാണ്ടിരിക്കാൻ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. സോ ഒരാൾക്ക് ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ വി കീപ്പ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് ഫ്രം ദം സോ ദാറ്റ് നമുക്ക് അസുഖം വരാണ്ടിരിക്കാൻ. There are some insects and animals which act as carriers of disease-causing microbes. So നമ്മൾ പറഞ്ഞു ചില ആനിമൽസ് ആണ് ഈ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഹെൽത്തി പേഴ്സണിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ദേ ആക്ട് ആസ് എ കാരിയർ ഓഫ് ദ ഡിസീസ് കോസിങ് ഏജന്റ്. അങ്ങനെയുള്ള ആനിമൽസിനെ, ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെയാണ് നമ്മൾ കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹൗസ് ഫ്ലൈ ഈസ് വൺ സച്ച് കാരിയർ. നമ്മുടെ വീട്ടിലൊക്കെ നോർമലി കാണുന്ന ഈച്ച ഹൗസ് ഫ്ലൈ ആണ് അങ്ങനെയുള്ളൊരു കാരിയർ. The flies sit on garbage and animal excreta. Pathogens stick onto their bodies. When these flies sit on uncovered food, they may transfer the pathogens. Whoever eats the contaminated food is likely to get sick. So, എന്താ പറ്റുക? ഈ ഹൗസ് ഫ്ലൈസ് പല വേസ്റ്റിലും ഗാർബേജിലും അതുപോലെ അനിമൽ എക്സ്ക്രീറ്റയിലൊക്കെ പോയി ഇരുന്നിട്ടുണ്ടാവും. ആൻഡ് ഇവിടെയൊക്കെ ചിലപ്പം ഈ ഡിസീസ് കോസിങ് മൈക്രോബ് ഉണ്ടാവാം. അപ്പോൾ എന്ത് പറ്റും? ഈ ഫ്ലൈ അതിൻ്റെ മേലൊക്കെ പോയിരിക്കുമ്പം ഈ ഡിസീസ് കോസിങ് മൈക്രോബ് ഈ ഫ്ലൈയിൻ്റെ മേലെ കയറും. ആൻഡ് എന്നിട്ട് ഈ ഫ്ലൈ എന്താ ഇത് നെക്സ്റ്റ് വന്നിട്ട് അൺകവേർഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ മേലൊക്കെ ചിലപ്പോൾ ഇരിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫുഡ് പിന്നെ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ ഫ്ലൈയിൻ്റെ മേലെ ഉണ്ടായിരുന്ന പാത്തോജൻ ഈ ഫുഡിലേക്ക് വന്നു. ഈ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്കും ഇൻഫെക്ഷൻ വരും. So it is advisable to always keep food covered. Avoid consuming uncovered items of food. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഫുഡ് അടച്ചു വെക്കണം. അടച്ചു വെച്ച ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ഫുഡ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈച്ചകളൊക്കെ വന്നിരിക്കും. ആൻഡ് ഈച്ചേൻ്റെ മേലൊക്കെ ചിലപ്പം പല പാത്തോജൻസും ഉണ്ടാവും, പല ഡിസീസ് കോസിങ് ഏജൻസും ഉണ്ടാവും. സോ എപ്പോഴും നമ്മൾ അടച്ചു വെച്ച ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. Another example of a carrier is the female Anopheles mosquito, which carries the parasite of malaria, Plasmodium. So നമ്മൾ ഇനി ഒരു കാരിയറും കൂടിയാണ് മോസ്കിറ്റോ. മോസ്കിറ്റോ ഈസ് എ കാരിയർ ഓഫ് മലേറിയ. നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു മലേറിയ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ മോസ്കിറ്റോ. സോ മോസ്കിറ്റോ ബൈറ്റ് വഴിയാണ് നമുക്ക് അസുഖം വരുന്നത്. ഏതാണ് ഈ പ്രോട്ടോസോവ വിച്ച് കോസസ് മലേറിയ? ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം. സോ ഈ പേരും ഓർത്തു വയ്ക്കുക. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ പ്രോട്ടോസോവ വഴിയാണ് മലേറിയ വരുന്നത്. ആ ഇതിൽ mosquitoes act as the carriers for malarial parasite. Then one more example. Female Aedes mosquito act as a carrier of dengue virus. So dengue virus mosquito bite വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരിയർ ആണ് ഈഡിസ് മോസ്കിറ്റോ. മലേറിയൻ്റെ കാരിയർ ആണ് അനോഫിലസ് മോസ്കിറ്റോ. ഡെങ്കു ഫീവറിൻ്റെ കാരിയർ ആണ് Aedes mosquito. How can we control the spread of malaria or dengue? So malaria and dengue നമ്മൾ കോമൺ ഫാക്ടർ എന്താ? രണ്ടിലും മോസ്കിറ്റോസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. So how can we prevent the spread of malaria and dengue? It is by controlling mosquito bite. Why does the teacher keep telling us not to let water collect anywhere in the neighborhood? So നമ്മളടുത്ത് ടീച്ചേഴ്സ് പറയാറുണ്ട് അല്ലെ, നമ്മൾ എവിടെയും വെള്ളം കളക്ട് ചെയ്ത് നിൽക്കാൻ സമ്മതിക്കരുത്. ഇപ്പം ഓപ്പൺ ആയി കിടക്കുന്ന എന്തെങ്കിലും വാട്ടർ സോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് വെക്കണം. അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ നമ്മൾ സമ്മതിക്കരുത്. എന്താണ് ഇതിലെ പോയിന്റ്? All mosquitoes breed in water. Hence, one should not let water collect anywhere in coolers, tires, flower pot, etc. By keeping the surroundings clean and dry, we can prevent mosquitoes from breeding. So, എല്ലാ മോസ്കിറ്റോസും വാട്ടറിലാണ് ബ്രീഡ് ചെയ്യുക. അത് അതിൻ്റെ എഗ്സ് ലേ ചെയ്യുന്നത് വാട്ടറിലാണ്. സോ നമ്മൾ എവിടെയെങ്കിലും ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള വാട്ടർ സോഴ്സസ് കളക്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ വാട്ടർ സോഴ്സസ് ഉണ്ടെങ്കിൽ അതിലാണ് ഈ മോസ്കിറ്റോസ് ബ്രീഡ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ഷെൽസ് അല്ലെങ്കിൽ ഫ്ലവർ പോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വെസൽസ് ഒക്കെ ചിലപ്പം മഴക്കാലത്ത് ഇങ്ങനെ പുറത്ത് വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം നിറയും, അതിലാണ് ഈ മോസ്കിറ്റോസ് വന്ന് ബ്രീഡ് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാൻ സമ്മതിക്കാണ്ട് അത് തിരിച്ചിട്ടിട്ട് അതിൽ വെള്ളം കളഞ്ഞു കളയണം. സോ ദാറ്റ് മോസ്കിറ്റോസ് കനോട്ട് ബ്രീഡ്. സോ പിന്നൊരു കാര്യം എന്താ? നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെക്കണം. എവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനൊന്നും സമ്മതിക്കാണ്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. അപ്പം മോസ്കിറ്റോസിന് ബ്രീഡിംഗ് സ്പേസ് കുറയും, അതുകൊണ്ട് തന്നെ മോസ്കിറ്റോ വഴിയുള്ള അസുഖങ്ങളുടെ സ്പ്രെഡും കുറയും. ട്രൈ ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് മെഷേഴ്സ് വിച്ച് ഹെൽപ്പ് ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് മലേറിയ. വേറെ എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുക മലേറിയ സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ട്? You try to think about that
and note down the points that come to your mind. ഒരു പോയിന്റ് ഞാൻ പറയാം. We have to use mosquito nets. രാത്രി ഉറങ്ങുമ്പോൾ മോസ്കിറ്റോ നെറ്റ്സിൻ്റെ അകത്ത് വേണം കിടക്കാൻ, സോ ദാറ്റ് മോസ്കിറ്റോസ് നമ്മളെ വന്ന് കടിക്കില്ല. അതുപോലെ നിങ്ങൾ ആലോചിച്ചിട്ട് you just note down those points that comes to your mind. Some of the common diseases affecting humans, their mode of transmission and few general methods of prevention are shown in table 2.1. So we will see the table. So ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ഹ്യൂമൻ ഡിസീസ് തന്നിട്ടുണ്ട്, causative organism, mode of transmission, preventive measures in general. So we will see the diseases one by one. First is tuberculosis. It is a bacterial disease. Its mode of transmission is by air. Then measles. It is a viral disease. It is spread through the air. Then chickenpox is also a viral disease. It is spread either by air or by physical contact with the infected person. Then polio. It is also a viral disease. It is again transmitted through the air or contaminated water. So ഇതിനൊക്കെ ജനറൽ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷർ ആണ്. കീപ് ദ പേഷ്യന്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ, കീപ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദ പേഷ്യന്റ് അവേ ഫ്രം ദോസ് ഓഫ് ദ അതേഴ്സ്, വാക്സിനേഷൻ ടു ബി ഗിവൺ അറ്റ് സ്യൂട്ടബിൾ ഏജ്. സോ ഇതൊക്കെ എയർ വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ്. സോ വി ഹാവ് ടു കീപ് ദ പേഷ്യന്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ. പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് വഴിയും സ്പ്രെഡ് ആവുന്നത് കൊണ്ട് വി ഹാവ് ടു സീ ദാറ്റ് the personal belongings of the patient are kept away from those of the others. Minimum contact keep ചെയ്യണം. That is the point. പിന്നെ ഇതിനൊക്കെ വാക്സിനേഷൻസ് ഉണ്ട്. സോ സ്യൂട്ടബിൾ ഏജ് ഈ വാക്സിനേഷൻസ് എടുക്കണം. സോ നമ്മളിവിടെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു വി ഹാവ് ടു കീപ് ദ പേഷ്യന്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ. കംപ്ലീറ്റ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കംപ്ലീറ്റ്ലി ഒറ്റപ്പെടുത്തണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഡിസ്റ്റൻസ്. Then next is cholera. Cholera is a bacterial disease. It is spread via contaminated food or water. Then typhoid is also a bacterial disease. It is again transmitted through contaminated water. ഇവിടെ എടുക്കേണ്ട general preventive measures ആണ്: maintain personal hygiene and good sanitary habits, consume properly cooked food and boiled drinking water, vaccination. So ഇവിടെ personal hygiene എന്നുള്ള പോയിന്റ് കീ പോയിന്റ് ആണ്. We have to maintain personal hygiene and good sanitary habits. So എപ്പോഴും നമ്മൾ ഹൈജീനിക് ആയിരിക്കണം. Then consume properly cooked food and boiled drinking water. So ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും വഴിയാണ്. സോ എപ്പോഴും നമ്മൾ പ്രോപ്പർലി കുക്ക് ചെയ്ത് അടച്ചു വെച്ച ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ വെള്ളമാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാൻ പാടുള്ളൂ. ഇതിനും ഈ അസുഖങ്ങൾക്കും കോളറയ്ക്കും ടൈഫോയിഡിനും വാക്സിനേഷൻ ഉണ്ട്. സോ പ്രോപ്പർ ടൈമിൽ ആ വാക്സിനേഷൻ എടുക്കണം. It is again a viral disease. It is transmitted through contaminated water. So prevent ചെയ്യാൻ വേണ്ടി drink boiled drinking water, vaccination. So ഇവിടെയും contaminated water വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. So we have to drink clean boiled water. Then malaria. It is caused by a protozoa. Protozoaന്റെ നെയിം ആയിരുന്നു Plasmodium. It is transmitted by mosquito. So as preventive measures, use mosquito net and repellents, spray insecticides and control breeding of mosquitoes by not allowing water to collect in the surroundings. So mosquito bite വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ mosquito net യൂസ് ചെയ്യുക, അതുപോലെ mosquito repellents യൂസ് ചെയ്യുക. Then spray insecticides and control the breeding of mosquitoes. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സറൗണ്ടിങ്സിലൊക്കെ വാട്ടർ കളക്ട് ചെയ്ത് നിൽക്കാൻ സമ്മതിക്കരുത്. So that's about human diseases caused by microorganisms. So we are going to wind up today's class. In the next video, we will be seeing the remaining chapter. So എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂൺ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കുക. So study well. Thank you.